രാമായണ മാസം 18-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹനുമാനും കൂട്ടരും കൂരിരുട്ട് നിറഞ്ഞ ഒരു കാട്ടിലെത്തി. എല്ലാവരും ദാഹം കൊണ്ട് തളർന്നു. തൊണ്ടയും ചുണ്ടും അണ്ണാക്കും നാക്കുമെല്ലാം ഉണങ്ങി വരണ്ടു. അങ്ങനെ നടക്കുമ്പോൾ ഭാഗ്യവശാൽ ഒരു ഗുഹ കണ്ടെത്തി. വള്ളികൾ, പുൽച്ചെടികൾ എന്നിവയാൽ മറയ്ക്കപ്പെട്ട ആ ഗുഹയ്ക്കകത്ത് വെള്ളം കാണുമോ എന്ന് സംശയിച്ചവർ നിന്നു. അപ്പോൾ നനഞ്ഞ ചിറകുകളോടെ അരയന്നം, ക്രൗഞ്ചം തുടങ്ങിയ പക്ഷികൾ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പറന്നു പൊങ്ങുമ്പോൾ അവയുടെ ചിറകുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ തെറിച്ചു വീഴുന്നത് കണ്ടു. അപ്പോൾ വാനരന്മാർ തീർച്ചയാക്കി, ഇതിനുള്ളിൽ വെള്ളമുണ്ട്, നമുക്കെല്ലാം ഇതിലിറങ്ങാം. ആദ്യമായി ഹനുമാൻ ഗുഹയിലേക്ക് ഇറങ്ങി. മറ്റുള്ളവർ പിന്നാലെയും ഇറങ്ങി. മുന്നോട്ട് നടക്കുമ്പോൾ ഇരുട്ടുകൊണ്ട് ആർക്കും കണ്ണു കാണാൻ വയ്യാതെയായി. എല്ലാവരും കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് പരിഭ്രമത്തോടും ദുഃഖത്തോടും കൂടി മുന്നോട്ട് നടന്നു. വളരെ ദൂരം മുന്നോട്ട് പോയപ്പോൾ മുന്നിൽ അതിമനോഹരമായ ഒരു പ്രദേശം കണ്ടു. അവിടെ മുഴുവൻ സ്വർണമയമായിരുന്നു. മനോമോഹനമായ ആ സ്ഥലം ആനന്ദകരമായ ഒന്നായിരുന്നു. രത്നം പോലെ തിളങ്ങുന്ന തെളിഞ്ഞ ജലം നിറഞ്ഞ കുളങ്ങൾ അവിടെ കാണപ്പെട്ടു. പഴുത്ത കായ്കളുടെ ഭാരത്താൽ കുനിഞ്ഞ് കൽപ്പവൃക്ഷങ്ങൾക്ക് തുല്യമായ മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അമൃതിന് തുല്യമായ തേൻ നിറച്ച മരപാത്രങ്ങളോടൊപ്പം പാനീയങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും വാസഗൃഹങ്ങളും അവിടെ കണ്ടു. വസ്ത്രങ്ങൾ, രത്നങ്ങൾ മുതലായവയാൽ അലങ്കരിക്കപ്പെട്ട ആ ദിവ്യസ്ഥലത്ത് മനുഷ്യരാരെയും കാണാനുണ്ടായിരുന്നില്ല. അവിടെയുള്ള സ്വർഗത്തിനു തുല്യമായ ഗ്രഹത്തിൽ രത്നങ്ങൾ പതിച്ച സ്വർണാസനത്തിൽ ജടയും മരുവരിയും ധരിച്ച അത്ഭുത രൂപത്തോടും അഗ്നിജാലയ്ക്ക് തുല്യമായ കാന്തിയോടുകൂടിയും പരിശുദ്ധയും മഹാഭാഗ്യവതിയുമായ യോഗാവസ്ഥയിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു യോഗിനിയെ അവർ കണ്ടു. പെട്ടെന്ന് സന്തോഷത്തോടും ഭക്തിയോടും ഭയത്തോടും കൂടി വാനരന്മാർ ആ യോഗിനിയെ വണങ്ങി. വാനര സംഘത്തെ കണ്ട് സന്തോഷപൂർവം ആ സന്യാസിനി അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഇവിടെ വരാൻ കാരണമെന്ത്? ഇവിടെ വരാനുള്ള വഴി എങ്ങനെ അറിഞ്ഞു? ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇത് കേട്ട് വായുപുത്രനായ ഹനുമാൻ അവരെ വണങ്ങിയിട്ട് സവിനയം പറഞ്ഞു, ഞാൻ വൃത്താന്തമെല്ലാം പറയാം. സത്യം മാത്രമേ ഞാൻ പറയൂ. ഉത്തര കോസല രാജ്യത്ത് അയോധ്യ എന്നൊരു നഗരമുണ്ട്. അവിടെ ദശരഥൻ എന്ന രാജാവ് വാണിരുന്നു. അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായി. അവരിൽ ജ്യേഷ്ഠൻ മഹാവിഷ്ണുവിന് തുല്യനായ ശ്രീരാമനാണ്. പിതാവിന്റെ ആജ്ഞയനുസരിച്ച് അദ്ദേഹം വനവാസത്തിനായി ജനകപുത്രിയായ സീത എന്ന ഭാര്യയോടും അനുജനോടും കൂടി കാട്ടിൽ സസന്തോഷം വസിക്കുമ്പോൾ ദുഷ്ടനായ രാവണൻ എന്ന രാക്ഷസൻ സീതയെ കട്ടുകൊണ്ടുപോയി. ശ്രീരാമനും അനുജൻ ലക്ഷ്മണനും സീതയെ തേടി നടക്കുമ്പോൾ സൂര്യപുത്രനായ സുഗ്രീവനെ കണ്ടു. അവർ പരസ്പരം സഹായിക്കാമെന്ന് സഖ്യം ചെയ്തു. അതനുസരിച്ച് ശ്രീരാമൻ ബാലിയെ കൊന്ന് സുഗ്രീവന് രാജ്യം നൽകി. പ്രത്യുപകാരമായി സീതാന്വേഷണത്തിനു വേണ്ടി സുഗ്രീവൻ നാനാ ദിക്കിലേക്കും വാനരന്മാരെ അയച്ചു. തെക്കേ ദിക്കിലേക്ക് അയച്ച 1,00,000 വാനരന്മാരാണ് ഞങ്ങൾ. ദാഹം സഹിക്കാൻ കഴിയാതെ വെള്ളം കിട്ടുമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ ഈ വലിയ ഗുഹയ്ക്കകത്ത് കയറി. ഞങ്ങളുടെ മഹാഭാഗ്യം കൊണ്ടാണ് ഇവിടെ വരാനും ദേവിയെ കാണാനും ഇടവന്നത്. അപ്പോൾ പുഞ്ചിരിയോടുകൂടി യോഗിനി പറഞ്ഞു, നിങ്ങൾ പഴവും കിഴങ്ങുമെല്ലാം ഭക്ഷിച്ച് ജലപാനവും നടത്തി സന്തോഷത്തോടെ എൻ്റെ അടുത്തേക്ക് വരുവിൻ. അപ്പോൾ എൻ്റെ കഥ ആദ്യം മുതൽ ഞാൻ പറഞ്ഞു തരാം. അനന്തരം ഫലമൂലാദികളും തേനും കഴിച്ച് സന്തോഷത്തോടെ ദേവിയുടെ അടുത്തെത്തി. പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് യോഗിനി ഹനുമാനോട് പറഞ്ഞു തുടങ്ങി. വിശ്വകർമാവിന്റെ മകളും ലോകമനോഹരിയുമായ ഹേമയുടെ അത്ഭുതകരമായ നൃത്തവൈദഗ്ധ്യം കണ്ട് സന്തുഷ്ടനായ ശിവൻ ഈ ദിവ്യ നഗരം അവൾക്ക് നൽകി. അവൾ 10 കോടി ദിവ്യ സംവത്സരം സന്തോഷപൂർവ്വം ഇവിടെ വസിച്ചു. അവളുടെ സഖിയായ എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്. ഒരു ഗന്ധർവപുത്രിയായ ഞാൻ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി സദാ വിഷ്ണുഭക്തിയോടുകൂടി ഇവിടെ കഴിയുന്നു. ഹേമ ബ്രഹ്മലോകം പ്രാപിച്ചു. പരിശുദ്ധയായ അവൾ എന്നോട് പറഞ്ഞിരുന്നു, നീ നിരന്തരം തപസ് ചെയ്തുകൊണ്ട് ഇവിടെ കഴിയുക. ജന്തുക്കളൊന്നും ഇവിടെ വരികയില്ല. ത്രേതായുഗത്തിൽ വിഷ്ണു ദശരഥപുത്രനായ ശ്രീരാമനായി ഭൂമിയിൽ ജനിക്കും. ഭൂമിയുടെ ഭാരം നശിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കാട്ടിൽ സഞ്ചരിക്കുന്നതിനിടയിൽ മഹാദുഷ്ടനായ രാവണൻ ശ്രീരാമപത്നിയെ അപഹരിക്കും. അക്കാലത്ത് ജാനകി ദേവിയെ അന്വേഷിച്ചു നടക്കുന്ന വാനരന്മാർ നിന്റെ ഗുഹാമന്ദിരത്തിൽ എത്തിച്ചേരും. നീ അവരെ സൽക്കരിച്ച് സംതൃപ്തരാക്കി വാനരന്മാർക്ക് ഉപകാരവും ചെയ്തിട്ട് ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. രഘുവരനായ ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. പരബ്രഹ്മസ്വരൂപനായ അദ്ദേഹത്തെ സ്തുതിച്ചാൽ യോഗിമാർക്കും എത്താൻ കഴിയുന്നതും സനാതനവുമായ മുക്തിപദം പ്രാപിക്കാൻ നിനക്കും കഴിയും. അതിനാൽ ഞാൻ ഉടനെ ശ്രീരാമദേവനെ കാണാൻ പോകുന്നു. നിങ്ങളെയെല്ലാം ഞാൻ പ്രധാന വഴിയിൽ എത്തിക്കാം. എല്ലാവരും കണ്ണടയ്ക്കുവിൻ. സന്തോഷത്തോടെ എല്ലാവരും കണ്ണടച്ചു. അല്പസമയത്തിനുള്ളിൽ അവരെല്ലാം മുമ്പ് നിന്നിരുന്ന വനപ്രദേശത്തെത്തി. നടന്നതെല്ലാം അത്യത്ഭുതം തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് അവരെല്ലാം മുമ്പോട്ടുള്ള വഴിയിലൂടെ നടന്നു.
യോഗിനിയായ സ്വയംപ്രഭ ഗുഹവാസം ഉപേക്ഷിച്ച് വളരെ വേഗം യോഗേശനായ ശ്രീരാമന്റെ സന്നിധിയിലെത്തി. ലക്ഷ്മണൻ, സുഗ്രീവൻ എന്നിവരാൽ സേവിതനും ലക്ഷ്മീകാന്തനുമായ ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്തു. നമസ്കരിച്ചിട്ട് രോമാഞ്ചത്തോടെ ഗദ്ഗദത്തോടുകൂടി വീണ്ടും വീണ്ടും ഭക്തിപൂർവം പല വിധത്തിൽ സ്തുതിച്ചു തുടങ്ങി. രഘുപതിയും രാജേന്ദ്രനും വാസുദേവനും പ്രഭുവും ദയാനിധിയുമായ ശ്രീരാമദേവ, ഞാൻ അങ്ങേ കാണാനാണ് ഇവിടെ വന്നത്. ശ്രീപതിയായ ലോകനാഥ, ഞാൻ അനേകായിരം വർഷം അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് അങ്ങയുടെ ഈ രൂപം കാണാൻ നിത്യവും തപസ് ചെയ്തു. എന്റെ തപശക്തി ഇന്ന് സഫലമായി. ആദ്യനായ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങയെ ആർക്കും അറിയാൻ കഴിയുകയില്ല. സമസ്ത ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും വസിക്കുന്നവനും കാണാൻ കഴിയാത്തവനും ആദ്യന്തഹീനനും മായ അഭിനയക്കകത്ത് മറഞ്ഞിരിക്കുന്നവനുമായ അങ്ങിപ്പോൾ മനുഷ്യ ശരീരത്തോടു കൂടി കാണപ്പെടുന്നു. അജ്ഞാനികൾക്ക് അറിയാൻ കഴിയാത്ത വിജ്ഞാനമൂർത്തിയാണ് ഭഗവാൻ. ഇങ്ങനെ മംഗളകരമായ വാക്കുകളാൽ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് സ്വയംപ്രഭ നമസ്കരിച്ചു. മുക്തി നൽകുന്നവനായ ശ്രീരാമൻ പ്രസന്നനായി യോഗിനിയായ സ്വയംപ്രഭയോട് പറഞ്ഞു, ഞാൻ നിന്റെ ഭക്തി കണ്ട് സന്തുഷ്ടനായിരിക്കുന്നു. ഇനി നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ. സ്വയംപ്രഭ ഇങ്ങനെ പറഞ്ഞു, ഇന്നെന്റെ ആഗ്രഹമെല്ലാം സാധിച്ചു. ഞാൻ എവിടെ വസിച്ചാലും അങ്ങയുടെ പാദപത്മങ്ങളിൽ എനിക്ക് ദൃഢമായ ഭക്തി ഉണ്ടായിരിക്കണം. അങ്ങയുടെ പാദഭക്തന്മാരുടെ ഭൃത്യന്മാരുമായി എപ്പോഴും എനിക്ക് മനസ്സംഗമുണ്ടാകണം. അജ്ഞരായ ആളുകളുമായി ഒരിക്കലും എനിക്ക് മനസ്സംഗമുണ്ടാകരുത്. രാമരാമ എന്ന് ജപിക്കാൻ എനിക്ക് എപ്പോഴും ഇടവരണം. രാമപാദത്തിൽ എന്റെ മനസ്സ് സദാ രമിക്കണം. വില്ലും ആവനാഴിയുമേന്തി കിരീടം, തോൾവള, അരഞ്ഞാൻ, ഹാരം, രത്നനിർമ്മിതമായ മകരകുണ്ടലം, കാൽച്ചിലമ്പ്, സ്വർണം കൊണ്ടുള്ള തോൾവള, മഞ്ഞ വസ്ത്രം എന്നിവ ധരിച്ച സീതാലക്ഷ്മണ സമേതനായ രഘുവരന്റെ മനോഹരമായ രൂപം എപ്പോഴും എന്റെ മനസ്സിലുണ്ടാകണം. പ്രഭു, എനിക്ക് മറ്റു വരമൊന്നും വേണ്ട. ദുർജന സംസർഗം ഒരിക്കലും എനിക്ക് ഉണ്ടാകരുത്. ഇത് കേട്ട് ശ്രീരാമൻ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മഹാഭാഗേ, നിന്റെ ആഗ്രഹം പോലെ എല്ലാം ഉണ്ടാകട്ടെ. ദേവി, നീ ബദരിയാശ്രമത്തിൽ ചെന്ന് നിത്യവും എന്നെ ധ്യാനിച്ചു കഴിയുക. പഞ്ചഭൂതാത്മകമായ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് നീ പരമാത്മാവായ എന്നിൽ ലയിക്കും. അങ്ങനെ നിന്റെ ജനന മരണങ്ങൾ ഇല്ലാതാകും. ശ്രീരാമന്റെ അമൃതതുല്യമായ വാക്കുകൾ കേട്ട് സ്വയംപ്രഭ ബദിരിയാശ്രമത്തിൽ പോയി ശ്രീരാമ ധ്യാനത്തിൽ മുഴുകി. ഒടുവിൽ അവൾ അനശ്വരമായ നാരായണപദം പ്രാപിച്ചു. വാനര സമൂഹം സീതയെ അന്വേഷിച്ച് വൃഷക്കൂട്ടങ്ങളിൽ കഴിയുന്ന കാലത്ത് എത്ര ദിവസം കഴിഞ്ഞുപോയെന്നും സീതയെ ഇനി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ചിന്തിച്ച് ദുഃഖിച്ച അംഗദൻ ബന്ധുക്കളോട് പറഞ്ഞു, ആ പാതാളത്തിലൊക്കെ ചുറ്റി നടന്ന കാലത്ത് എത്ര ദിവസം കഴിഞ്ഞുപോയെന്ന് അറിഞ്ഞുകൂടാ. 1 മാസം കഴിഞ്ഞിരിക്കണം തീർച്ച. സീതാദേവിയെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. രാജാവിന്റെ ആജ്ഞ നിറവേറ്റാതെ നാം തിരിച്ചു ചെന്നാൽ നമ്മെ വധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സുഗ്രീവാജ്ഞ ഒരിക്കലും വെറുതെയാവുകയില്ല. വിശേഷിച്ചും ശത്രുവിന്റെ മകനായ എന്നെ തീർച്ചയായും കൊല്ലും. എന്നെക്കുറിച്ച് അവന് നല്ല അഭിപ്രായമില്ല. എന്നെ രക്ഷിച്ചത് ശ്രീരാമചന്ദ്രനാണ്. രാമകാര്യം നിറവേറ്റാതെ ചെന്നാൽ അവൻ എന്റെ ജീവനാശം വരുത്തും. മാതാവിന് തുല്യായ ജ്യേഷ്ഠഭാര്യയെ ലജ്ജയില്ലാതെ പ്രാപിച്ചു കഴിയുന്ന ദുഷ്ടനും പാപിയുമായ ആ വാനര പുങ്കവന് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? ഞാൻ ഇനി അവന്റെ സമീപത്തേക്ക് പോകുന്നില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിക്കുന്നതേയുള്ളൂ. നിങ്ങളെല്ലാം എങ്ങനെയെങ്കിലും തിരികെ പോകുവിൻ. ഇങ്ങനെ പറഞ്ഞ് കരയുന്ന അംഗദനെ കണ്ട തുല്യ ദുഃഖത്തോടെ വാനരന്മാർ കണ്ണീർ തുടച്ചുകൊണ്ട് സ്നേഹഭാവത്തിൽ അംഗദനോട് ഇപ്രകാരം പറഞ്ഞു, നീ ഇങ്ങനെ സങ്കടപ്പെടരുത്. നിന്നെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്. ഇന്ന് നാം കടന്നു പോകുന്ന ഗുഹയിൽ ചെന്ന് വളരെ കാലം സുഖമോടെ താമസിക്കാം. സ്വർഗത്തിന് തുല്യമായ ആ ദിവ്യനഗരം സമസ്ത സൗഭാഗ്യങ്ങളോടും കൂടിയതാണ്. അവിടെ നമുക്ക് ആരെയും പേടിക്കാതെ കഴിയാം. അല്ലയോ അംഗദ, നമുക്ക് അങ്ങോട്ട് വേഗം പോകാം. അംഗദനോട് വാനരശ്രേഷ്ഠന്മാർ ഇങ്ങനെ പറയുന്നത് കേട്ട് അവരുടെ മനസ്സിൽ പറഞ്ഞവനും നയജ്ഞനുമായ ഹനുമാൻ അംഗദനെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഇത് എന്തൊരു ചീത്ത വിചാരമാണ്. ഇത്തരം അപകടകരമായ മാർഗങ്ങളെപ്പറ്റി ആരും ചിന്തിക്കരുത്. ശ്രീരാമന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് താരയുടെ മകനായ അംഗദൻ. അദ്ദേഹത്തിന് അവനോട് വളരെയധികം വാത്സല്യമുണ്ട്. ഇക്കാര്യം ഞാൻ ഒഴിച്ച് മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല. ലക്ഷ്മണനേക്കാൾ ശ്രീരാമന് ഏറ്റവും പ്രിയങ്കരൻ നീയാണ്. നിന്റെ സാമർഥ്യവും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്നോടുള്ള സ്നേഹത്തിന് ഒരിക്കലും ഇളക്കമുണ്ടാവുകയില്ല. സ്വർണത്തിന് എപ്പോഴെങ്കിലും നിറക്കേടുണ്ടാകുമോ? അതുകൊണ്ട് ശ്രീരാമനിൽ നിന്ന് ഒരു കാലത്തും ഒരു ഭയവും നിനക്കുണ്ടാവുകയില്ല. വാനര രാജാവായ സുഗ്രീവനും ഭഗവാന്റെ ഉത്തമനായ ഭക്തനാണ്. അവൻ ആരോടും വൈരമില്ല. അതിനാൽ നീ അല്പവും ദുഃഖിക്കരുത്. അതിനാൽ അറിവില്ലാത്തവരുടെ വാക്കുകൾ കേട്ട് നീ പരിഭ്രമിക്കരുത്. സുഗ്രീവനെ പേടിച്ച് ഗുഹയ്ക്കുള്ളിൽ പോയി താമസിക്കാമെന്ന് ഈ വാനരന്മാർ പറഞ്ഞില്ലേ? പറയൂ, രാമന്റെ ബാണത്തിന് തകർക്കാൻ കഴിയാത്ത 1ഉം 3ഉം ലോകത്തിലില്ല എന്ന് നീ മനസ്സിലാക്കൂ. അല്പബുദ്ധികൾ പറഞ്ഞു തരുന്ന ചീത്തോപദേശങ്ങൾ വിശ്വസിക്കരുത്. ആപത്ത് വന്നെടുക്കുന്ന കാലത്ത് സജ്ജനങ്ങൾ പറയുന്നതൊന്നും ചിലർ വിശ്വസിക്കുകയില്ല.
അവർ ദുർജനങ്ങളെ വിശ്വസിക്കുകയും സജ്ജനങ്ങളോട് ശത്രുഭാവം പുലർത്തുകയും ദേവന്മാർ, ബ്രാഹ്മണർ എന്നിവരോടും കുലധർമ്മത്തോടും മുൻ ബന്ധുക്കളോടും വിദ്വേഷവും വൈരവും വച്ച് പുലർത്തുന്നവരും സ്വന്തം വംശനാശത്തിന് കർത്താവായി തീരുന്നവരുമാകും. അതിരഹസ്യമായ ഒരു കാര്യം കൂടി ഞാൻ പറയാം, കേൾക്കൂ. ശ്രീരാമദേവൻ സാധാരണ മനുഷ്യനല്ല, പരമാത്മാവും ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവനുമായ മഹാവിഷ്ണുവാണ്. സീതാദേവി മഹാവിഷ്ണുവിന്റെ ഭാര്യയും സകല ലോകത്തെ മോഹിപ്പിക്കുന്നവളുമായ മഹാമായയാണ്. ലക്ഷ്മണൻ ലോകത്തിനാധാരമായിട്ടുള്ള സർപ്പരാജാവായ അനന്തനാണ്. ഈശ്വര കൽപ്പനയാൽ നാമെല്ലാം അദ്ദേഹത്തെ പരിചരിക്കാൻ ഭൃത്യരായി വാനര രൂപത്തിൽ ജനിച്ചിരിക്കുകയാണ്. പണ്ട് നാം തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ സന്തുഷ്ടനാക്കി. അദ്ദേഹം നമുക്ക് ഭൃത്യരുടെ പദവി തന്നു. അദ്ദേഹത്തെ പരിചരിച്ച് വൈകുണ്ഠ ലോകത്തേക്ക് പോകാൻ ഇനി ഒട്ടും താമസിക്കേണ്ടതില്ലെന്ന് നീ മനസ്സിലാക്കുക. ഹനുമാൻ ഇങ്ങനെ നല്ല വാക്കുകൾ പലതും പറഞ്ഞ് അംഗദനെ ആശ്വസിപ്പിച്ചു. പിന്നീട് സീതയെ അന്വേഷിച്ച് വിന്ധ്യപർവ്വതത്തിന്റെ എല്ലായിടത്തും നടന്നു. ഒടുവിൽ ദക്ഷിണ സമുദ്രത്തിന്റെ മനോഹരമായ തീരത്തുള്ള മഹേന്ദ്ര പർവ്വതത്തിന്റെ അടിവാരത്തിലെത്തി. കടക്കാൻ പ്രയാസമേറിയതും ആഴമുള്ളതും ഭയങ്കരവും മറുകരയെത്താൻ പ്രയാസമുള്ളതുമായ സമുദ്രം കണ്ടിട്ട് അംഗദൻ തുടങ്ങിയ വാനര സമൂഹം ഭീതരും ദുഃഖിതരുമായി. നാം ഇനി എന്തു ചെയ്യും എന്ന് പരസ്പരം മന്ത്രിച്ചു. അനന്തരം പരിഭ്രാന്തരായി ഗുഹയിൽ കടന്ന് 1 മാസം കഴിച്ചുകൂട്ടി നാം ഇതേവരെ സീതയെ കണ്ടെത്തിയില്ല. രാവണനെയും ഒരിടത്ത് കാണാൻ കഴിഞ്ഞില്ല. സുഗ്രീവൻ ദാക്ഷിണ്യമില്ലാതെ ശിക്ഷിക്കുന്നവനാണ്. അവൻ നമ്മെ കൊല്ലും തീർച്ച. വൃദ്ധനായ സുഗ്രീവന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഉപവസിച്ച് പട്ടിണി കിടന്ന് മരിക്കുന്നതാണ്. അങ്ങനെയായാൽ മോക്ഷവും കിട്ടും. ഇങ്ങനെ തീരുമാനിച്ചുറച്ച് വാനരന്മാർ മുഴുവൻ ഇത് നമ്മുടെ വിധിയാണെന്ന് കരുതി ദർഭ വിരിച്ചു കിടന്നു. രാമായണ മാസം 18-ാം ദിവസത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.